1 ശമൂവേൽ 23:16 അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട ദാവീദേ, ഭയപ്പെടേണ്ട. യോനാഥാൻ എന്ന നല്ല സ്നേഹിതനിൽ കാണുന്നതായ ഒരു ലക്ഷണമാണ് സ്ഥിരത. എല്ലാം ഉണ്ടായിരുന്നതായ കാലത്തും ഒന്നുമില്ലായ്മയിലും യോനാഥാന്റെ സ്നേഹത്തിന് മാത്രം ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. 2, സന്നദ്ധത. തൻ്റെ സ്നേഹിതനായിരിക്കുന്നതായ ദാവീദിനു വേണ്ടി എന്തു ചെയ്യുവാനും യോനാഥാൻ ഒരുക്കമായിരുന്നു. എന്തു ചെയ്യുവാനാണ്? എന്തും ചെയ്യാനെന്ന് വെച്ചാൽ എന്തും ചെയ്യുവാനായിട്ട് ഒരുക്കമാണ്. എന്താണ് പറയുന്നത്? ദാവീദേ, നീ ഭയപ്പെടേണ്ട, എൻ്റെ അപ്പൻ നിന്നെ ഒന്നും ചെയ്യുകയില്ല. ഞാനൊരു കാര്യം പറയാം, നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്താണ് യോനാഥാനെ? ഒരു ദിവസം നീ രാജാവാകും. എന്താണ്? ഒരു ദിവസം നീ രാജാവാകും. വാസ്തവത്തിൽ രാജാവാകേണ്ടത് ആരാണ്? പറയുക. ശൗലിന്റെ ശേഷം രാജാവാകേണ്ടത് ശൗലിന്റെ മകനായ യോനാഥാനാണ്. ദാവീദിന് ശേഷം ദാവീദിന്റെ മകനായ ശലോമോനാണ് രാജാവായിട്ട് മാറിയത്. അതുപോലെ ശൗലിന്റെ ശേഷം ശൗലിന്റെ മകനായ യോനാഥാനാണ് രാജാവാകേണ്ടത്. എന്നാൽ ദൈവം ദാവീദിനെ രാജാവായി തിരഞ്ഞെടുത്തിരുന്നു. അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ഒരുപക്ഷെ യോനാഥാൻ നിർബന്ധം പിടിച്ചിരുന്നുവെങ്കിൽ യോനാഥാന് രാജാവാകുവാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ യോനാഥാൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? എൻ്റെ ഹിതമല്ല, എൻ്റെ സ്നേഹിതൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറണം. അതുകൊണ്ട് പറയുകയാണ്, ദാവീദേ, ഞാൻ ഒരുക്കമായിരിക്കുന്നു. എന്തിനാണ്? ഒരടി ഞാൻ താഴ്ന്നിരുന്നു കൊള്ളാം. ആ സിംഹാസനത്തിൻ്റെ അടുത്തുനിന്നും ഞാൻ മാറി നിന്നുകൊള്ളാം. നീ തന്നെ സിംഹാസനത്തിൽ ഇരിക്കണം. എൻ്റെ നല്ല സ്നേഹിതൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നടക്കണം. നീ തന്നെ രാജാവാകണം. അതുകൊണ്ട് ഞാൻ മാറി നിന്നേക്കാം. ദാവീദേ, നീ രാജാവാകും. ഞാൻ നിനക്ക് രണ്ടാമനാകും, നിന്റെ സഹായിയാകും. നിന്റെ അടുക്കൽ നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി നിന്റെ ഒരു ദാസനായിട്ട് ഞാൻ നിന്റെ അടുക്കലുണ്ടാകും. നീ രാജാവായിരിക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു. സന്നദ്ധത. സ്നേഹിതൻ്റെ ജീവിതത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നതായ വ്യക്തി എന്തു ചെയ്യുമെന്നറിയാമോ? തൻ്റെ സ്നേഹിതന് വേണ്ടി അല്പം മാറി നിൽക്കുവാനിടയാകും. യോനാഥാൻ അങ്ങനെയുള്ളതായ ഒരു നല്ല സ്നേഹിതനാണ്. ശ്രദ്ധിക്കുക, നാം നന്നായിരിക്കണം, നമ്മൾ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്ന് വിചാരിച്ച ദൈവം അവൻ സ്വയം താഴുവാനിടയായി. ദൈവത്തോടുള്ളതായ സമത്വത്തെ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസന്റെ സ്വരൂപമെടുത്തു. നിന്നെ തൻ്റെ പുത്രനാക്കി തൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റുവാൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ എന്താണ് ചെയ്തത്? അവൻ ദാസനായി മാറാനിടയായി. പാപത്തിൻ്റെ ദാസനായിരുന്നതായ നിന്നെ ദൈവത്തിൻ്റെ മകനാക്കി മാറ്റുവാൻ സ്വർഗത്തിൽ നിന്നും അവൻ ഇറങ്ങി വന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ളവരുണ്ടോ? സ്നേഹിക്കുന്ന ഭർത്താവില്ല, മനസ്സിലാക്കുന്ന ഭാര്യയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ട് ആരുമില്ലാത്തവനായി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിരിക്കുന്നത്, അനാഥനെ പോലെയാക്കിയത്? ഇങ്ങനെയുള്ളതായ ചിന്ത നിനക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? എങ്കിൽ കേൾക്കൂ, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരാക്കി വിടുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എത്ര നല്ല വാക്കുകളാണ്! യേശു കർത്താവ് നമ്മെ ഉപേക്ഷിച്ചു പോകുന്നവനല്ല. അവൻ നമ്മെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നു. അവൻ നമ്മോട് കൂടെയിരുന്നാൽ മതി. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. ഈ നല്ല സ്നേഹിതൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അത്ഭുതകരമാകും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും, യേശുക്രിസ്തു എൻ്റെ നല്ല സ്നേഹിതൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറയുവാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കരമുയർത്താമോ? പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ലോകം മുഴുവനും ഞങ്ങൾക്കെതിരായിട്ട് നിന്നാലും നീ ഞങ്ങളുടെ പക്ഷത്തുണ്ടായാൽ മതി, ഞങ്ങൾക്ക് വിജയം നേടാൻ കഴിയും.
ലോകം മുഴുവനും ഞങ്ങളുടെ പക്ഷത്ത് നിന്നാലും നീ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും നേടിയെടുക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിന്നെ വേർപെട്ട് നിന്നെ പിരിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നീ ഞങ്ങളുടെ കൂടെയുള്ളതോർത്ത് സ്തുതിക്കുന്നു. നീ നല്ല സ്നേഹിതനെ ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ച് നിന്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചതോർത്ത്, ആ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിൽ ഉള്ളവരായി ഞങ്ങളുടെ സ്നേഹിതർക്ക് യഥാർത്ഥമായ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാനുള്ളതായ കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോനാഥാൻ്റെ പോലുള്ളൊരു മനസ്സ് തരണമേ. അവസാന ശ്വാസം വരെയും നിന്നോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.